എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ആ താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും സമാപനാശീർവാദ സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപാസനയുടെ പ്രത്യക്ഷീണത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ഒരു ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് ഈ പുറമെ ആദ്യം കാണുന്ന വിഷയങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി എംഫസിസ് കുറഞ്ഞു വരണം. എന്താ കാര്യം? ഉടമ്പടിയുടെ ബേസിക് പ്രോമിസ് എന്ന് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. എന്നുവെച്ചാൽ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോഴീ ലാസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഈ ലാസ്റ്റ് പലപ്പോഴും ആരും കൂടെ ഉണ്ടാകാത്തൊരു സമയമാണ്. ലാസ്റ്റില്ലേ? ബൈബിൾ വളരെ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും. ഇപ്പം ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും
ഭയങ്കര സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അധികം എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങൾ ഇൻ്റർവെല്ല് വരെയുള്ള കോമഡി കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഇൻ്റർവെല്ല് കഴിയുമ്പോഴാണല്ലോ പടം ട്രാജിക്കിലേക്ക് പോണത്. അത് അവസാനം വരുമ്പോൾ മാത്രമല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അവസാനിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുല കൃഷ്ണ എന്നും പറഞ്ഞൊരു ജർമ്മൻ സ്കോളർ, അവർ ജർമ്മനിൽ PhD വെച്ചെടുക്കണ കൊല്ലത്തുകാരത്തിയാണ്, കുട്ടിയാണ്, എന്താ വെച്ചാൽ 25 വയസ്സുണ്ട് അവർ. അപ്പം ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സാക്ഷ്യത്തിലെ ഒരു സംഭവം, ഞാൻ വലിയ ആവേശത്തോടു കൂടിയാണ് ജർമ്മനിയിൽ നിന്ന് വന്നത്. എന്താ കാര്യം, പപ്പായുണ്ട്, അമ്മയുണ്ട്. അപ്പം അവരുടെയൊക്കെ അടുത്തേക്ക് വരികയാണല്ല. അവർ കുറേ നാൾ പഠിത്തവും ഒട്ടകപക്ഷനെ പോലെ മണ്ണി തല താഴ്ച വെക്കണ പോലെ പുസ്തകത്തിലും പ്രോജക്റ്റിലും തല താഴ്ത്തി വെച്ച് അവിടുത്തെ നമുക്ക് നിവർത്തിയില്ലെങ്കിലും അവിടുത്തെ ആഹാരം കഴിച്ചു. നമ്മളെന്തൊക്കെ പറയും മലയാളികൾ പുറത്തു പോകുന്നത് നിങ്ങളവർക്ക് ഒരു ഹാപ്പിയാണെന്ന്. അവരെന്തിനാണ് ഈ കുടുംബത്തൊക്കെ കെട്ടിവരിച്ചുകൊണ്ട് പോകണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ വീട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ യൂസ്ഡ് അല്ല, നമ്മുടെ ബോഡി യൂസ്ഡ് അല്ല. നമ്മൾ 10-30 വയസ്സ് കഴിഞ്ഞിട്ടല്ല അങ്ങോട്ടൊക്കെ പോണത്. അല്ലെ കുഞ്ഞുനാൾ പോലെ അവിടെ തന്നെ ജീവിക്കണം. അപ്പോഴേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരിയാണ് കൂട്ടുകാർ അവർ തന്നെ നല്ല ഭക്ഷണം എന്നൊക്കെയാണ് അവർ പറയണത്. നല്ല ഭക്ഷണം എന്ന് എന്താ, നമ്മുടെ ഭക്ഷണത്തിന് പറയണത്. നമ്മുടെ ഭക്ഷണം നല്ലതാണെന്ന് നമുക്കറിയത്തില്ല. കാര്യം നമ്മുടെ ബോഡിയെല്ലാം വീക്കല്ലേ, നമ്മുടെ ഭക്ഷണം നല്ലതല്ല. ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഹിന്ദിക്കാർ വരെ എന്തുമാത്രം സ്ട്രോങ്ങാണ്. അവരെ പരിപ്പിൻ്റെ ആളൊക്കെ കഴിച്ചിട്ട് കുടവേറൊന്നും ഇല്ലാതെ, എനിക്ക് പോലും കുടവേറ എന്നോട് ചോദിക്കും, ധ്യാനവും കുടവേറൊന്നും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനെന്ത് ചെയ്യാനാ, ഇരുന്ന് ജോലിയല്ലേ എപ്പോഴും. അതുകൊണ്ട് വേറൊക്കെ ചാടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ നിർത്തി, ചോറൊക്കെ നിർത്തി വരികയെ. പക്ഷെ എന്ത് സംബന്ധിച്ച് നമ്മുടെ ഭക്ഷണം അത്ര നല്ലതല്ല, പക്ഷെ നമുക്ക് നല്ലതാണ്. നമുക്കത് കഴിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഇവിടെ എന്താ ഈ ഗോകുലകൃഷ്ണൻ പറയണത്, ഞാൻ ഇത്രയും അത്യാഘാതത്തോട് വീട്ടിലോട്ട് വരുമ്പോൾ പപ്പയാണെങ്കിൽ വെള്ളമടിച്ച് കോടം തിരിഞ്ഞ് നിൽക്കുകയും. അപ്പം എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കാരണം അപ്പോഴീ കല്യാണം കഴിക്കാത്തവർക്ക് പിന്നെ ഉള്ള പെൺപിള്ളേർക്ക് ആർക്ക് പാപ്പടമുള്ളത് ആരാണ്? ആ പച്ചത്തൂരിതെന്ന് പറഞ്ഞാൽ അപ്പായാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയുണ്ട്, പക്ഷെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് പറയത്തില്ലെങ്കിൽ അപ്പയുടെ മനസ്സിലേക്കാണ് അവർ വരണത്. ശരിക്കും ആദ്യം ഫസ്റ്റ് ലാൻഡിങ് ചെയ്യണം. ആൺപിള്ളേരാണെങ്കിൽ അമ്മയുടെ മനസ്സിലേക്കായിരിക്കും അവർ വരണത്. അതാ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യൻ കുടിച്ച് കോൺതിരിഞ്ഞ് ഒരു പരിചയമില്ലാത്ത പോലെയൊക്കെ നിൽക്കണാകുമ്പോൾ തകർന്നു പോകും, മനുഷ്യൻ തകർന്നു പോകും. അതുപോലെ അമ്മയാണെന്ന് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ രോഗിയുമായിട്ട് കിടപ്പാണ്. അപ്പോൾ ആ സീനെന്ന് പറയുന്നത് കോന്ത്രയാണ് ശരിക്കും പറഞ്ഞാൽ, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറയണത്, ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നറിയാമോ? ഞാൻ ഹാൻഡിൽ ചെയ്തത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ. അപ്പോൾ ഈ അത് ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈശോ ജോർദാൻ നദിയുടെ പച്ചപ്പിൽ നിന്നാണ് നേരെ മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഞാൻ പറയുമ്പോൾ അവിടെ ലൈഫുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കും. അവർ പിടിച്ചു നീക്കണത് എങ്ങനെ, അതാണ്. അപ്പോൾ അവളും ശരിക്കും എന്താ ചെയ്തിരിക്കണത്, അവൾ ആ പച്ചപ്പിൽ നിന്ന് നേരെ അപ്പം വീട്ടിൽ വരുമ്പോൾ വീടല്ലാണ്ടായി തോന്നുന്ന അവസ്ഥ. വീടിൻ്റെ കെമിസ്ട്രി ആകപ്പാടെ മാറി അത് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുക, വേറൊരു സംഭവമായിട്ട്. നമ്മുടെ വീടൊക്കെ മാറണമെങ്കിൽ അധികം സമയം വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ഓരോരുത്തരുടെ സ്വഭാവം. ഇപ്പം കെട്ടിയ ഒരാൾ വന്ന് കല്യാണം, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ന്യൂ കമർ കല്യാണം കഴിച്ച് നമ്മുടെ മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി അപ്പം തന്നെ കോമ്പൗണ്ടായിട്ട് വേറെ ഒരു പദാർത്ഥമായിട്ട് വീട് മാറും. ഇതിനെല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവെന്ന് പറയണത് അത് ക്രിസ്തു നമുക്ക് തരുന്ന കഴിവാണ്.
ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മളിതിനെ വയലൻ്റായിട്ടും ബ്രൂട്ടലായിട്ടും ആനിമാലിറ്റിയായിട്ടും കൈകാര്യം ചെയ്യും വിഷയം. ക്രിസ്തു ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ച പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ്? ശാന്തശീല അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴൊരു വചനമുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 5:11-12 തിരുവചനങ്ങൾ. മത്തായി 5:11. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് മുകളിൽ പറഞ്ഞ സുവിശേഷ ഭാഗ്യങ്ങളാണ് വിഷയം. ആ സുവിശേഷ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം, കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ ഈ കെമിസ്ട്രി, കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന്, ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ല, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി, അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം അവിടെ. ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് ശരിക്കും. അവിടെയാണ് ഈശോ, ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്, ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. അമ്മേ, ഇന്ന പോലെയല്ലേ കാര്യങ്ങൾ, നീ എന്താ എന്തൊന്നും അറിയാത്തേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും. പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യും എനിക്ക്. എന്തോ അമ്മ എന്നെ ചേർത്ത് പിടിച്ചോളൂ. ഇപ്പം പോലും ഉണ്ട് എനിക്കത്.
എന്നെ വല്ലാത്തൊരു തണുപ്പ്, എൻ്റെ ദേഹമൊക്കെ അങ്ങ് കുളിര് കോരും, വാവിട്ട് കരയും ഞാൻ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്താൽ, ഞാൻ ആരുമില്ലല്ലോ വീട്ടിൽ, അപ്പോൾ ഒരുപാട് നിലവിളിച്ച് ഞാൻ കരഞ്ഞ് അമ്മയോട് പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ ആകായപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ മോഷൻ പോയ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഭയങ്കര വേദന, എനിക്ക് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഒന്നും കിടക്കാൻ പോലും വയ്യ, അതുപോലെ ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും. ഇന്ന് ഈ നിമിഷം എനിക്ക് അന്ന് വരെ ഉണ്ടാകാതിരുന്ന ഒരു അസുഖം അത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈ ലോകത്താരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അസുഖങ്ങൾ ഓരോന്ന് മാറി മാറി വരിക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഓരോന്ന് മാറി മാറി വന്നതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരെണ്ണം കൂടെ. എന്താ അമ്മേ ഇത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കിത് പെട്ടെന്നൊരു വിഷമമായിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ഫിഷറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ അൾസറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, പിന്നെ ഇപ്പം ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആവാം, ഒന്നും അറിയത്തില്ല. ചേച്ചി പെട്ടെന്നൊരു ഗ്യാസ്ട്രോയെ കാണണം. എന്നിട്ട് എനിക്കൊരു ഫേമസ് ഡോക്ടറിൻ്റെ ഫോൺ നമ്പരും ഹോസ്പിറ്റലും ഒക്കെ പറഞ്ഞു തന്നു. എനിക്ക് വല്ലാത്ത പേടിയായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും നോക്കാം, വീട്ടിൽ വരട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അവിടെ എങ്ങനെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ, നിൻ്റെ അടുക്ക ഞാൻ ഉടമ്പടി എടുത്തതാ. അപ്പോൾ പിന്നെ ഇതുവരെ ഞാൻ എല്ലാ അസുഖത്തിനും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു, എല്ലാം ചെയ്തു. എനിക്കിനി പുതിയൊരു അസുഖത്തിൻ്റെ പേരിൽ എനിക്കിനി ഹോസ്പിറ്റലിൽ പോവണ്ട. ഞാൻ പെട്ടെന്ന് അമ്മ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കയ്യിലെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ, ഉടമ്പടി എടുത്തതിൻ്റെ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്കിതിൻ്റെ പേരിൽ ഒരു ഡോക്ടറെയും കാണണ്ട, എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ട. ഈ നിമിഷം എനിക്കിത് സൗഖ്യമാക്കി തരണം. പുതിയൊരു അസുഖവും എനിക്കിനി വരണ്ട, എനിക്കിനി തരികയും വേണ്ട. ഞാൻ അമ്മയുടെ മോളായിട്ട്, എൻ്റെ യേശുപ്പയുടെ മോളായിട്ട് ജീവിച്ചോളാം. എനിക്കത് മാത്രം മതി. നീ എനിക്ക് നിയോഗങ്ങളൊക്കെ സാധിച്ചു തരുന്നത് നിൻ്റെ ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ നിൻ്റെ മുമ്പാകെ എനിക്ക് മെറിറ്റില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിയോഗമായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് പുതിയതൊന്നും തരരുത്, എനിക്കിനി ഡോക്ടറെ കാണണ്ട, അസുഖങ്ങളൊന്നും തരല്ലെന്ന്. എനിക്ക് പിന്നീട് ആ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല, ആ വേദന മാറി, എനിക്ക് ഒരു ഡോക്ടറെയും കാണാനായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതിനും എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. പിന്നെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മേ, എനിക്ക് നിയോഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അസുഖങ്ങളാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഗ്യാസ്, എനിക്ക് ഒരു മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന രോഗങ്ങളെല്ലാം തന്നെ മാക്സിമം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് പുറമൊക്കെ ഭയങ്കരമായിട്ട് വിലങ്ങിയിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കുമ്പോൾ പുറമൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ അതിന് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിക്കും. പിന്നീട് അത് മാറും, പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇത് തന്നെ. പക്ഷേ എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ഒരു പ്രോബ്ലവും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു ഗ്യാസിൻ്റെ മരുന്നൊന്നും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു രോഗസൗഖ്യവും അമ്മയും ഈശോപ്പയും എനിക്ക് തന്നു. പിന്നെ എനിക്ക് നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരം, നെഞ്ചിനകത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. നെഞ്ചിൽ ആന ചവിട്ടിയതുപോലെയുള്ള വേദന അനുഭവിക്കുന്ന ഒരാളെ ഈശോ ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന്. എൻ്റെ വേദന ഞാനാണ് അതെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വേദന ആ നിമിഷം എന്നെ വിട്ടുപോയി. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മയും ഈശോപ്പയിലൂടെ എനിക്ക് നേടിത്തന്നു. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം
ഞാൻ എല്ലാവരും പറയുന്ന അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടി, അമ്മയെ കണ്ടു, അമ്മ വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ. അപ്പോൾ പരീക്ഷിക്കൊന്നുമല്ല, എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പോയി കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പം എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്. അപ്പം ഞാൻ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്, അപ്പോൾ ഈ ആഴ്ച 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാനൊരു അളവിട്ടു, അമ്മേ എൻ്റെ അച്ഛന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പം ഇന്ന് വരെ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. എപ്പോഴും നോർമലിന് മേളിലെയാണ് ഷുഗർ ഉണ്ടാവുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് തന്ന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയി. എൻ്റെ അച്ഛൻ പീരുമേട്ടിലാണ്, ഞാനിവിടെ കുമ്പനാട്ടാണ്. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് എപ്പോഴും പോയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഞാനും അമ്മയും തമ്മിലുള്ള വർത്തമാനമാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബൈബിള് വായിക്കാനെടുത്തപ്പോൾ അച്ഛൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്തോ? പറഞ്ഞു ചെയ്തു. റിസൾട്ട് എത്രയുണ്ട്? 90. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിള് നെഞ്ചോട് അടുക്കി പിടിച്ച് അലറിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഞാനത് ഒത്തിരി പേരോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ തന്നു എന്നൊക്കെ. പിന്നീട് അതും ഒരു സാക്ഷ്യമാക്കി ഞാൻ ഇവിടെ പറയുകയാണ്. പിന്നീട് എൻ്റെ